പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ഓരോ വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നത്. സഞ്ജു സാംസൺ ഫോം ആയി കഴിഞ്ഞാൽ സ്പോർട്സ് പിച്ചിന് പിന്നെ ചാകരയാണ്. അത് പറയേണ്ട ആവശ്യമില്ല. സഞ്ജു സാംസണിന്റെ ഒരു പിൻബലത്തിലാണ് ഈ സ്പോർട്സ് പിച്ച് എന്നുള്ള ക്രിക്കറ്റ് പേജ് തന്നെ ഞങ്ങൾ ആരംഭിച്ചത്. ഞങ്ങൾ ക്രിക്കറ്റ് പേജ് ആരംഭിച്ചതിന് ശേഷം സെഞ്ചുറിയോട് സെഞ്ചുറിയാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ അത് IPL രണ്ടാമത്തെ സെഞ്ചുറി തികച്ച് ടീമിന്റെ വിജയത്തിലെ ഏറ്റവും മുഖ്യ പങ്ക് തേരാളിയായി സഞ്ജു മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പോർട്സ് പിച്ചിന്റെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സഞ്ജുവിന്റെ ചില ഷോട്ട് സെലക്ഷനുകളെ കുറിച്ചാണ്. ഇന്നലെ സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷൻ, അതിപ്പോൾ ബുംറയുടെ പന്തിലായാലും സഞ്ജു ആദ്യം നേടിയ ഒരു ഡ്രൈവ് ബൗണ്ടറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്തൊരു അനായാസകരമാണ്. ആ ബോൾ ഡിസർവ് ചെയ്യുന്ന രീതിയിലാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. അല്ലാതെ ഓവർ ഹിറ്റിങ്ങോ അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുറെ റൺസ് എടുക്കാൻ നോക്കി, അതൊന്നുമല്ല. ആ ബോൾ ഡിസർവ് ചെയ്യുന്ന രീതിയിലാണ് സഞ്ജു കളിക്കുന്നത്. ചുമ്മാ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അടിക്കുന്ന ആ രീതി, അല്ലെങ്കിൽ സിക്സറുകൾ മാത്രം അടിക്കുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് സഞ്ജു കൺസിസ്റ്റന്റ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെട്ടെന്ന് ഔട്ടാവുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നത്. പക്ഷേ സഞ്ജു ശരിക്കും സ്കോർ ബോർഡ് നോക്കി, കളിയുടെ ആ ഒരു താളം നോക്കി കളിക്കാൻ നിന്നാൽ സഞ്ജുവിനോളം അത്രത്തോളം കപ്പാസിറ്റി ഉള്ള 20 ഓവറെങ്കിൽ 20 ഓവർ, 50 ഓവറെങ്കിൽ 50 ഓവർ നിൽപ്പ് നിൽക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വിരാട് കോഹ്ലിയുടെയൊക്കെ ആ ഒരു പ്രഭാവം, വിരാട് കോഹ്ലി പോലും സഞ്ജുവിന്റെ അത്രത്തോളം സ്ട്രൈക്ക് റേറ്റിൽ ഇങ്ങനെ നിൽക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്നിരുന്നാലും പൂർവികരെ അല്ലെങ്കിൽ ആ പാത വെട്ടി തെളിച്ചവരെ നമ്മൾ മറക്കുന്നില്ല. അപ്പൊ സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷൻ, ഇന്നലെ ബുംറയെ നല്ലൊരു ഡ്രൈവിലൂടെ സഞ്ജു 4 അടിച്ചു. പിന്നെ ഒരു ലെഗില് ഒരു നല്ലൊരു സിക്സർ അടിച്ചു, ഒരു ബൗൺസർ സഞ്ജു സിക്സർ അടിച്ചു. അങ്ങനെ ബുംറ എന്നുള്ള ഒരു ഫിയർഫുൾ ബോളറെ ശരിക്കും അത്ര ഫിയർ ഇല്ലാതെ വളരെ നാച്ചുറലായി സഞ്ജു കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടി ബുംറ എന്നുള്ള ബോളറിന്മേലുള്ള ഒരു ഫിയർ ക്രിക്കറ്റ് ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വൈഭവ് സൂര്യവംശി അടക്കം താൻ നേരിട്ട ബുംറയുടെ ആദ്യ പന്ത് സിക്സർ പറത്തിയതിന് ശേഷം ബുംറ കുറച്ച് ഡൗൺ ആയിരുന്നു പല മാച്ചുകളിലും. എന്നാൽ കഴിഞ്ഞ മാച്ചുകളിലൊക്കെ ബുംറ വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്നതാണ്. പക്ഷെ ഈ മാച്ചിൽ സഞ്ജു ഡൊമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം തുടരെ യോർക്കറുകൾ ബുംറ എറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ സിംഗിളുകളാണ് പോയിരുന്നത്. സഞ്ജുവും അപ്പോൾ ബുംറയുടെ ആ ഒരു ടാക്ടിക്സ് മനസ്സിലാക്കിയിട്ട് സഞ്ജു അവസാനത്തെ ബുംറയുടെ ഓവറിൽ, അതായത് 18ാമത്തെ 19ാമത്തെ ഓവറിൽ ബുംറ എറിഞ്ഞ ഒരു പന്ത് സഞ്ജു സ്കൂപ്പ് ചെയ്ത് കളിച്ചത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ആ മാച്ചിലെ തന്നെ ഏറ്റവും മികച്ച ഷോട്ടായിരുന്നു ആ ഒരു സ്കൂപ്പ് ഷോട്ട്. അതായത് ഒരു യോർക്കർ, ഒരു ലെഗിലോട്ട് ഒരു യോർക്കർ വരുന്ന സാഹചര്യത്തിൽ സഞ്ജു ഒന്ന് സ്റ്റെപ്പ് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു സ്കൂപ്പ് സഞ്ജു ചെയ്തത് കൃത്യം പ്ലേസ്മെന്റ് ആയിരുന്നു. ദ മിഡിൽ ഓഫ് ദ ബാറ്റ് ഒരു മികച്ച ബൗണ്ടറി നേടാൻ സഞ്ജുവിന് സാധിച്ചു. അതൊരു നോ ബോൾ ആയിരുന്നു, ഫ്രീ ഹിറ്റിംഗ്